ബീഫ് വാങ്ങിയിട്ടുണ്ട്, അത് നമുക്കങ്ങ് കറി വെച്ചാലോ? ബീഫ് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കുക്കറിൽ നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി കൂടി അതിൽ നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ചേർക്കാം. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇറച്ചി മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.